Okay, welcome to your classes on study board. നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഫോർത്ത് സെമസ്റ്റർ ബികോം ആൻഡ് BBA വരുന്ന ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 2023 വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. 2024 വരുന്ന കുട്ടികൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനിയിപ്പം നമ്മുടെ സീലിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അധികം ഡിസ്കസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാര്യം നിങ്ങൾ ഓൾറെഡി ഇതിൽ ഫെമിലറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ എഴുതി തുടങ്ങിയത് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ മുതൽ നിങ്ങൾ എഴുതി തുടങ്ങിയത് തന്നെ സീലിംഗ് ഉള്ള പോർഷനാണ്, അല്ലെങ്കിൽ സീലിംഗ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2019 അഡ്മിഷൻ ഓൺവേർഡ് സീലിംഗ് ആണ്. അപ്പോൾ സീലിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് തന്നെ 3 സെക്ഷനായിട്ടാണ് നിങ്ങൾക്കറിയാം. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. അപ്പോൾ പാർട്ട് എ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചോദ്യങ്ങളെന്ന് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് മൊബൈൽ ബാങ്കിങ്. ഓക്കെ, അപ്പോൾ മൊബൈൽ ബാങ്കിങ് ആണ് നമ്മുടെ ആദ്യത്തെ ചോദ്യമായിട്ടുള്ളത്. എന്താണ് മൊബൈൽ ബാങ്കിങ്? അടുത്തത് ജനറൽ ക്രോസിംഗ് എന്താണെന്നുള്ളതാണ്. മൂന്നാമത്തേതായിട്ട് വരുന്നത് ഓവർ ഡ്രാഫ്റ്റ് എന്താണ് എന്നുള്ളതാണ്. നാലാമത്തേതായിട്ട് എന്താണ് ഒരു ഓർഡർ ചെക്ക് എന്നുള്ളതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയുള്ള ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഇനി അഞ്ചാമത്തെ ചോദ്യം കൂടി ശ്രദ്ധിക്കാം നമുക്ക്. കോസ പ്രോക്സിമ എന്താണ്? കോസ പ്രോക്സിമ എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മൊബൈൽ ബാങ്കിങ്, സെക്കൻഡ് ഈസ് ജനറൽ ക്രോസിംഗ്, തേർഡ് വൺ ഈസ് ഓവർ ഡ്രാഫ്റ്റ്, ഫോർത്ത് വൺ ഈസ് ഓർഡർ ചെക്ക്, ഫിഫ്ത്ത് വൺ ഈസ് കോസ പ്രോക്സിമ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഒന്നുകൂടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എങ്ങനെയായിരിക്കണം എക്സാമിനേഷന് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റേഷൻ വളരെ നീറ്റായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കീയിലേക്ക് കടക്കാം. അപ്പോൾ മൊബൈൽ ബാങ്കിങ് എന്താണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് മൊബൈൽ ബാങ്കിങ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് മൊബൈൽ ഡിവൈസ് സച്ച് ആസ് സ്മാർട്ട് ഫോൺ ഓർ ടാബ്ലറ്റ് ടു പെർഫോം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റിമോട്ട്ലി. അതായത് ബാങ്കിൽ പോകാതെ തന്നെ നമ്മൾ ദൂരെ ഇരുന്നുകൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റുന്നതാണ് മൊബൈൽ ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് മൊബൈലോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ, നമ്മൾ ഏതെങ്കിലും ആൻഡ്രോയിഡ് ഡിവൈസ്, ഈവൻ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ പോലും പണ്ടത്തെ ഫീച്ചർ ഫോൺ ആണെങ്കിൽ പോലും ഇപ്പോൾ SMS നമ്മൾ നമ്മുടെ ബാലൻസ് അറിയാം, അല്ലെങ്കിൽ SMS അല്ലെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ട് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ നടത്തുക. അപ്പോൾ അതൊക്കെ മൊബൈൽ ബാങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരും. ദിസ് ഇൻക്ലൂഡ് ചെക്കിംഗ് അക്കൗണ്ട് ബാലൻസ്, ട്രാൻസ്ഫറിങ് ഫണ്ട്, പേയിങ് ബിൽസ്, then other banking service. Mobile banking is typically done through a mobile app provided by the financial institution, offering convenience and accessibility for users to manage their finances from anywhere. അടുത്തത് എന്താണ് ജനറൽ ക്രോസിംഗ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ജനറൽ ക്രോസിംഗ്? So general crossing of a check involves adding two parallel lines, often with the words and company or simply not negotiable between them. നമ്മൾ രണ്ട് ക്രോസിംഗ് നടത്തുന്നതാണ്. ചെക്കിൻ്റെ പുറകിലായിട്ട് രണ്ട് ലൈന് വരയ്ക്കുക, അതിനുള്ളിൽ ഒന്നുകിൽ നമ്മൾ ആൻഡ് കമ്പനി അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതുന്നതാണ് ജനറൽ ക്രോസിംഗ് എന്ന് വെച്ചാൽ. ക്രോസ് ദ ഫേസ് ഓഫ് ദ ചെക്ക്. ദിസ് ടൈപ്പ് ഓഫ് ക്രോസിംഗ് സിഗ്നിഫൈസ് ദാറ്റ് ചെക്ക് മസ്റ്റ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ടു എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് കനോട്ട് ബി ഇമ്മീഡിയറ്റ്ലി ക്യാഷ്ഡ്, പ്രൊവൈഡിങ് ആൻ അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി. ചെക്ക് പെട്ടെന്ന് തന്നെ വലിയ സെക്യൂരിറ്റി കൂടാതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് എന്നുള്ളതാണ് ജനറൽ ക്രോസിംഗിൽ പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം ഓവർ ഡ്രാഫ്റ്റ് എന്താണെന്നുള്ളതായിരുന്നു. ഓവർ ഡ്രാഫ്റ്റ് എന്താണ്? ഇറ്റ്സ് എ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ എ ബാങ്ക് ദാറ്റ് അലൗസ് ആൻ അക്കൗണ്ട് ഹോൾഡർ ടു വിഡ്രോ മോർ മണി ദാൻ ഈസ് അവൈലബിൾ ഇൻ ദർ അക്കൗണ്ട്. അതായത് ഒരു അക്കൗണ്ടിൽ ഇപ്പോൾ 2000 രൂപ ഉണ്ട് എന്ന് കരുതുക. ഇപ്പോൾ അക്കൗണ്ടിൽ ഇപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് 2000 കിടക്കുന്നുണ്ട്, നമുക്ക് ഒരു ഡെബിറ്റ് 5000 വലിക്കാനുള്ളൊരു അവസരം. അപ്പോൾ ഇതിലൊരു 3000 എക്സ്ട്രാ വരുന്നുണ്ടല്ലോ, അതാണ് ഓവർ ഡ്രാഫ്റ്റ്. നമുക്ക് ബാങ്കിൽ കിടക്കുന്ന പൈസയെക്കാട്ടും കൂടുതലായിട്ട് പിൻവലിക്കാൻ, ലൈക്ക് ലോണാണ്, അത് ലോൺ കൊടുക്കുന്ന പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ദിസ് എസെൻഷ്യലി അലൗസ് അക്കൗണ്ട് ടു ഗോ ഇൻ ടു എ നെഗറ്റീവ് ബാലൻസ്. ബാങ്ക് ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രോൺ എമൗണ്ട് ആൻഡ് സംടൈംസ് അഡീഷണൽ ഫീ മേ അപ്ലൈ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം വാട്ട് ഈസ് എൻ ഓർഡർ ചെക്ക് എന്നുള്ളതാണ്. എന്താണ് ഒരു ഓർഡർ ചെക്ക്? എൻ ഓർഡർ ചെക്ക് ഈസ് എ ചെക്ക് ദാറ്റ് ഈസ് പേയബിൾ ടു എ സ്പെസിഫിക് പേഴ്സൺ ഓർ എൻറ്റിറ്റി ഹൂസ് നെയിം ഈസ് റിട്ടേൺ ഓൺ ദ ചെക്ക്. അതായത് ഒരു ഓർഡർ ചെക്ക് എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ആളെ പേര് എഴുതിയിട്ട് ചെക്ക് കൊടുക്കുന്നതാണ്. ദ ചെക്ക് കനോട്ട് ബി ക്യാഷ്ഡ് ബൈ എനി വൺ എൽസ്, എൻഷുറിംഗ് ദാറ്റ് ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓൺലി ടു ദ ഇൻറ്റൻഡഡ് റെസിപ്പിയൻറ്റ്. ഇറ്റ് റിക്വയർസ് എൻഡോഴ്സ്മെൻറ്റ് ബൈ ദ പേയി ബിഫോർ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ടു അനദർ പാർട്ടി. അപ്പോൾ ഓർഡർ ചെക്ക് എന്നാണ് ഒരു പെർട്ടിക്കുലർ ആളുടെ പേര് എഴുതി ചെക്ക് കൊടുക്കുക. അപ്പോൾ അയാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ചെക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത ചോദ്യം വാട്ട് യു മീൻ ബൈ കോസ പ്രോക്സിമ എന്നുള്ളതാണ്. എന്താണ് കോസ പ്രോക്സിമ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം ശ്രദ്ധിക്കുക. കോസ പ്രോക്സിമ ഓർ പ്രോക്സിമേറ്റ് കോസ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ് ലോ. അത് ഇൻഷുറൻസ് ലോൻ്റെ പ്രിൻസിപ്പിളാണ്. ദാറ്റ് ഡിറ്റർമൈൻസ് ദാറ്റ്
പ്രൈമറി കോസ് ഓഫ് എ ലോസ് ഓർ ഡാമേജ് ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് വെദർ ക്ലെയിം ഇസ് പേയബിൾ. അതായത് ഒരു ക്ലെയിം, അതായത് നമുക്കൊരു ഡാമേജ് വന്നാൽ നമുക്ക് എന്താണ് അതിനുള്ള ഒരു എന്താണ് നഷ്ടപരിഹാരം കിട്ടുന്നതാണ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ ആ ഡാമേജിനുള്ള കാരണം കോസ് അതെന്താണ്, അത് നമുക്ക് ആ ക്ലെയിം പേയബിൾ ആണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയുള്ള സംഗതി ആയിരിക്കണം. ഇറ്റ് ഫോക്കസസ് ഓൺ ദ മോസ്റ്റ് ഡയറക്റ്റ് ഡോമിനൻ്റ് ഓർ എഫിഷ്യൻറ്റ് കോസ് ദാറ്റ് സെറ്റ്സ് ഇൻ മോഷൻ ഓഫ് എ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ലീഡിങ് ടു ദ ലോസ്. അപ്പോൾ ആ ലോസ് വരാനുള്ള കാരണങ്ങൾ വളരെ എന്തായിരിക്കണം, സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം. നമ്മൾ ഉണ്ടാക്കിയ ലോസുകളാവരുത്. റേദർ ദാൻ ഡിസ്റ്റൻറ്റ് ഓർ ഇൻഡയറക്റ്റ് കോസ്, അത് ഇൻഡയറക്റ്റ് കോസുകളാവരുത്. നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി പറ്റി ഈ ഒരു കോസ് നമുക്ക് ലോസ് വന്നെന്ന് പറയാൻ പാടില്ല. ദ കോസ് ഷുഡ് ഓൾസോ എന്താണ് സിഗ്നിഫൈസ് ദ ലോസ് വി ഹാവ്. നമുക്ക് ആ വന്ന ലോസിന് എന്താണ് ഇതിൻ്റെ കാരണം കൂടി സിഗ്നിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് കോസ പ്രോക്സിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ECS എന്താണ്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസാണ്. അപ്പോൾ നമുക്കതൊന്ന് ഓക്കെ. അപ്പോൾ ECS എന്താണെന്നുള്ളത് അതേപോലെ നമ്മൾ നോക്കിയിട്ടില്ലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ 6ാമത്തെ ചോദ്യം ECS എന്താണ് എന്നുള്ളതായിരുന്നു. 7ാമത്തത് വാട്ട് യു മീൻ ബൈ എൻഡോസ്മെൻറ്റ് ബൈ ചെക്ക് എന്നുള്ളതാണ്. അപ്പോൾ എൻഡോസ്മെൻറ്റ് ബൈ ചെക്ക് എന്താണെന്നുള്ളതായിരുന്നു 7ാമത്തെ ചോദ്യം. പിന്നെ സ്വിഫ്റ്റ് എന്താണെന്നുള്ളതായിരുന്നു 8ാമത്തെ ചോദ്യം. 9ാമത്തെ ചോദ്യം വരുന്നത് വാട്ട് ഈസ് എ കമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ളതാണ്. എന്താണ് ഒരു കമേഴ്ഷ്യൽ ബാങ്ക്. 10ാമത്തെ ചോദ്യം വാട്ട് ഈസ് എ ടേം ഇൻഷുറൻസ് പോളിസി, എന്താണ് ഒരു ടേം ഇൻഷുറൻസ് പോളിസി എന്നുള്ളതാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. 11 RTGS എന്താണെന്നുള്ളതാണ്. 12 എന്താണ് വാട്ട് യു മീൻ ബൈ ക്രോസിംഗ് ഓഫ് എ ചെക്കാണ്. 13 വാട്ട് ഈസ് എ കറണ്ട് ഡെപ്പോസിറ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 14 വാട്ട് ഈസ് നോമിനേഷൻ ഇൻ ആൻ ഇൻഷുറൻസ് പോളിസിയാണ്. 15ാമത്തെ ചോദ്യം വാട്ട് ഈസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ ആൻസേഴ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ECS, അതായത് നമ്മുടെ 6ാമത്തെ ചോദ്യം. അപ്പോൾ ECS എന്താണ്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസാണ്. അപ്പോൾ ആ ഒരു ആക്രോണിമിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു മാർക്ക് അവിടെ കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഇതൊക്കെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഫെമിലറൈസ്ഡ് ആണ്, അതാണ് ഞാൻ മാർക്കിൻ്റെ കേസ് പറയാത്തത്. എന്നാലും നമുക്ക് ഡിസ്കസ് ചെയ്യണം അതിനെക്കുറിച്ചിട്ടും. ഓക്കെ, അപ്പോൾ ECS എന്താണ്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസാണ്. ഈസ് ആൻ ഇലക്ട്രോണിക് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓർ റെസിപ്റ്റ് ഫോർ ട്രാൻസാക്ഷൻ ദാറ്റ് ആർ റിപ്പീറ്റീവ് ആൻഡ് പീരിയോഡിക് ഇൻ നേച്ചർ. ആ ഇലക്ട്രോണിക് മോഡ് ഓഫ് പേയ്മെൻ്റ് ആണ്. ട്രാൻസാക്ഷൻസ് എന്നാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ വരും, പീരിയോഡിക് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബൾക്ക് പേയ്മെൻറ്റ്സ് ലൈക്ക് സാലറി, പെൻഷൻ, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, ആസ് വെൽ ആസ് ഫോർ ബൾക്ക് കളക്ഷൻസ് ലൈക്ക് യൂട്ടിലിറ്റി ബിൽസ്, ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് ഇൻഷുറൻസ് പ്രീമിയം. അപ്പോൾ ബൾക്ക് പേയ്മെൻറ്റിനും ബൾക്ക് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്, അതായത് ബൾക്ക് റെസീപ്റ്റ്സിനും എന്താണ് നമുക്ക് ECS യൂസ് ചെയ്യാവുന്നതാണ്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ്. അത് നമ്മൾ എപ്പോഴും പീരിയോഡിക്കലായിട്ട് വലിയ ബൾക്കായിട്ട് കൊടുക്കുന്ന തുകകൾ അത് ECS വഴി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഭാരം കുറയും, ആ ട്രാൻസാക്ഷൻ പെട്ടെന്ന് നടക്കും. ഇനി അടുത്ത എന്താണ് വാട്ട് യു മീൻ ബൈ എൻഡോസ്മെൻറ്റ് ഓഫ് എ ചെക്കാണ്. എൻഡോസ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, മറ്റൊരാൾക്ക് ചെക്ക് എഴുതി കൊടുക്കുക. ഇൻവോൾവ്സ് ദ സിഗ്നേച്ചർ ഓഫ് ദ പേയർ ഹോൾഡർ ഓൺ ദ ബാക്ക് ഓഫ് ദ ചെക്ക് സിഗ്നിഫൈങ് ദാറ്റ് ദ ചെക്ക് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് ടു അനദർ പേഴ്സൺ ഓർ എൻറ്റിറ്റി. എൻഡോസ്മെൻറ്റ് ക്യാൻ ബി ബ്ലാങ്ക്, സ്പെഷ്യൽ ഓർ റെസ്ട്രിക്റ്റീവ്, ഈച്ച് ക്യാരിങ് ഡിഫറെൻറ്റ് ഇംപ്ലിക്കേഷൻസ് ഫോർ ദ ട്രാൻസ്ഫറബിലിറ്റി ആൻഡ് നെഗോഷ്യബിലിറ്റി ഓഫ് ദ ചെക്ക്. അതായത് എൻഡോസ്മെൻറ്റ് നമ്മുടെ ബാക്കിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഒക്കെ നമ്മളൊരാളുടെ പേരിലായിട്ട് എഴുതി കൊടുക്കാറുണ്ട് ചെക്ക്. ഓക്കെ, ഇനി എന്താണ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലി കമ്മ്യൂണിക്കേഷൻ ആണ്. അത് നമുക്കറിയാം, നമുക്ക് നെഫ്റ്റ് കോഡ്, അതേപോലെ IFSC കോഡ്. നമുക്കിപ്പം ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് IFSC കോഡൊക്കെ അറിയണം, ഇന്ത്യൻ ബാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. അതേപോലെ ഇൻ്റർനാഷണലി നമുക്ക് ബാങ്ക് മുഖാന്തരം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്വിഫ്റ്റ് കോഡ് വേണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫുൾ ഫോമാണ് സൊസൈറ്റിയാണ്, വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. അതൊരു നെറ്റ്വർക്കാണ് ദാറ്റ് എനേബിൾസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേൾഡ് വൈഡ് ടു സെൻഡ് ആൻഡ് റിസീവ് ഇൻഫർമേഷൻ അബൌട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻഫർമേഷനാണ് മെയിനായിട്ട്, ഫണ്ട് ട്രാൻസ്ഫർ നടത്തും, അതിൻ്റെ കൂടെ മെയിനായിട്ടുള്ള ഇൻഫർമേഷൻസും കൂടി പാസ് ചെയ്യലാണ്. 9ാമത്തെ ചോദ്യം ഒരു കമേഴ്ഷ്യൽ ബാങ്ക് എന്താണ് എന്നുള്ളതായിരുന്നു. എ കമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ആക്സെപ്റ്റ്സ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓഫേഴ്സ് ചെക്കിംഗ് ആൻഡ് സേവിങ്സ് account services, provides loans and offers other financial products such as certificates of deposits and mortgages to individuals and businesses. They play a crucial role in the economy for facilitating investment and consumption. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്താണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനും ലോൺ കൊടുക്കാനും പറ്റുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മളധികം കമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയാം. ഓക്കെ, അവരെന്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനും കൺസംഷനും വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. ഇനി ഒരു ടേം ഇൻഷുറൻസ് പോളിസി എന്താണ്? ഒരു ടേം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടേം ഡെപ്പോസിറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ലോങ് ടേം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എ ടേം ഇൻഷുറൻസ് പോളിസി ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് പ്രൊവൈഡ്സ് കവറേജ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ടേം സച്ച് ആസ് 10, 20, 30 ഇയേഴ്സ്. 10, 20, 30 കൊല്ലം നീണ്ടുപോകുന്ന ഇൻഷുറൻസ് പോളിസികൾ, അതിൻ്റെ ദൈർഘ്യം മെച്യൂരിറ്റി പീരീഡ് 10, 20, 30 കൊല്ലം നീണ്ടുപോകുകയാണെങ്കിൽ അത്തരം
ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസ് പോളിസി. ഓക്കെ, ഇഫ് ദ ഇൻഷുർഡ് പേഴ്സൺ ഡൈസ് ഡ്യൂറിംഗ് ദ ടേം ദ ബെനിഫിഷ്യറീസ് റിസീവ് ദ ഡെത്ത് ബെനിഫിറ്റ്. ഇഫ് ദ പോളിസി ഹോൾഡർ സർവൈവ്സ് ദ ടേം ദ പോളിസി ടിപ്പിക്കലി എക്സ്പയർസ് വിത്തൗട്ട് എനി പേ ഔട്ട്. വലിയൊരു ടേം, അതായത് 30 കൊല്ലം നമ്മളൊരു ഇൻഷുറൻസ് എടുത്താൽ ഇടയ്ക്ക് വെച്ച് മരണപ്പെട്ടാൽ നമ്മുടെ ബെനിഫിഷ്യറീസിന് മക്കൾക്കോ ഭാര്യക്കോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ കിട്ടും. അതുപോലെ അതുവരെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 60 വയസ്സുള്ള ആൾ 30-20 കൊല്ലത്തേക്ക് എടുത്തിട്ട് അയാൾ അത്രയും കാലം ജീവിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതകാലത്ത് തന്നെ അയാൾക്ക് എന്ത് ചെയ്യും, ആ പൈസ കിട്ടും, ഇൻഷുറൻസിൻ്റെ തുക പൂർണ്ണമായിട്ടും ലഭിക്കും. ഇനി അടുത്തത് RTGS ആണ്. RTGSൻ്റെ ഫുൾ ഫോം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ്. അതൊരു സിസ്റ്റമാണ് ഫോർ ട്രാൻസ്ഫറിങ് മണി. ഇപ്പം നെഫ്റ്റ് ഞാൻ പറഞ്ഞു, NEFT. അതുപോലെ തന്നെ ഇന്ത്യയിൽ മണി ട്രാൻസ്ഫർ ചെയ്യേണ്ട മറ്റൊരു സിസ്റ്റമാണ് RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. For one bank to another on a real time and gross basis. Real time means transaction is processed immediately and gross settlements means transactions is settled on a one-to-one basis without bundling or netting with any other transaction. It is used for high value transaction requiring immediate clearing. പെട്ടെന്ന് തന്നെ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ, വലിയ ഫണ്ട് ക്ലിയർ ചെയ്യുന്ന അധികം ഈ RTGS വഴിയാണ്. ഇനി വാട്ട് ഡു യു മീൻ ബൈ ക്രോസിംഗ് ഓഫ് എ ചെക്ക്? ഇനി ക്രോസിംഗ് ഓഫ് എ ചെക്ക് എന്താണെന്നുള്ളതാണ്. ക്രോസിംഗ് എ ചെക്ക് ഇൻവോൾവ്സ് ഡ്രോയിങ് 2 പാരലൽ ലൈനാണ്. അക്രോസ് ദ ഫേസ് ഓഫ് ദ ചെക്ക് ഓർ വിത്ത് അഡീഷണൽ വേർഡ്സ്. എ ക്രോസ് ചെക്ക് കനോട്ട് ബി ക്യാഷ്ഡ് ഇമീഡിയറ്റ്ലി ഓവർ ദ കൗണ്ടർ. ഒരു ചെക്ക് ക്രോസ് ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ക്യാഷിൽ എന്താണത് നമുക്ക് കാണിച്ചിട്ട് പൈസ ആക്കാൻ പറ്റില്ല. ഇറ്റ് മസ്റ്റ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ടു എ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ദിസ് മെത്തേഡ് ഈസ് യൂസ് ടു എൻഷുർ ചെക്ക് ഈസ് പ്രോസസ്ഡ് ത്രൂ എ ബാങ്ക് ആൻഡ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് റിസ്ക് ഓഫ് ഫ്രോഡ്. ചെക്ക് മറ്റാർക്കും കൈമാറ്റം ചെയ്യാതിരിക്കാനൊക്കെയാണ് ക്രോസിംഗ് ചെയ്യുന്നത്. അത് ബാങ്ക് മുഖാന്തരം ഡെപ്പോസിറ്റ് ആക്കാനേ സാധിക്കുള്ളൂ. ഇനി 13ാമത്തെ ചോദ്യം എന്താണ്? കറണ്ട് ഡെപ്പോസിറ്റ് എന്താണ് എന്നുള്ളതായിരുന്നു. എ കറണ്ട് ഡെപ്പോസിറ്റ്, ഓൾസോ നോൺ ആസ് കറണ്ട് അക്കൗണ്ട്, ഈസ് എ ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട് പ്രൈമർലി യൂസ്ഡ് ബൈ ബിസിനസ്സസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഹു നീഡ് ടു കണ്ടക്ട് ഫ്രീക്വൻറ്റ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ കറണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പോലെ ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും ട്രാൻസാക്ഷൻ. ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് പൈസ ഡെപ്പോസിറ്റ് ഇടാനോ, ഡെപ്പോസിറ്റ് വീണ്ടും പിന്നെ നമുക്ക് ഇടാം. അപ്പോൾ അധികം ഇടാണെങ്കിൽ നമ്മൾ പാൻ കാർഡോ കാണിക്കണം. അതല്ലാതെ നമുക്ക് പിൻവലിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അങ്ങനെയല്ല ഈ കറണ്ട് ഡെപ്പോസിറ്റ്. എത്ര വേണമെങ്കിൽ പൈസ ഇടാം, എത്ര ട്രാൻസാക്ഷൻ വേണമെങ്കിൽ ദിവസം നടത്താം. അത് ബിസിനസ്സുകാരാണ് ചെയ്യുക, ഇൻഡിവിജ്വൽസും ചെയ്യാറുണ്ട്. ഓക്കെ, കറണ്ട് അക്കൗണ്ട്സ് ടിപ്പിക്കലി ഡു നോട്ട് ഏൺ ഇൻട്രസ്റ്റ് ബട്ട് ഓഫർ ഹൈ ലിക്വിഡിറ്റി അലോയിങ് ഫോർ ന്യൂമറസ് വിഡ്രോവൽസ് ആൻഡ് ഡെപ്പോസിറ്റ്സ്. വാട്ട് ഈസ് നോമിനേഷൻ ഇൻ ആൻ ഇൻഷുറൻസ് പോളിസി എന്നുള്ളതായിരുന്നു നമ്മുടെ 14ാമത്തെ ചോദ്യം. അപ്പോൾ നോമിനേഷൻ ഇൻ ആൻ ഇൻഷുറൻസ് പോളിസി റെഫേഴ്സ് ടു ദ പ്രോസസ് ബൈ വിച്ച് പോളിസി ഹോൾഡർ നെയിംസ് എ പേഴ്സൺ which is nominee who will receive the policy benefits in the event of the policy holder's death. ഇപ്പോൾ നോമിനേഷൻ എന്താണ്? നമ്മളൊരാളെ പേര് നൽകുന്നു. ഇപ്പോൾ നമ്മുടെ കാലശേഷം അയാൾക്കാണ് കിട്ടേണ്ടതെന്ന് പറയുന്നു. ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ കുറേ മക്കളുണ്ടെങ്കിൽ ഒരാളെ നോമിനാക്കിയാൽ അയാൾക്ക് മാത്രമേ നമ്മളെ ഇൻഷുറൻസിൻ്റെ തുക കിട്ടുള്ളൂ. പിന്നെ 15ാമത്തെ ചോദ്യം വാട്ട് ഈസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഈസ് എ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേക്ക് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഓർ എൻറ്റിറ്റി ഹാസ് ഇൻ ദ സബ്ജക്റ്റ് ഓഫ് ഇൻഷുറൻസ്. അതായത് ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള ലീഗൽ ആസ് വെൽ ആസ് ഫിനാൻഷ്യൽ സ്റ്റേക്കാണ്. നമുക്കുള്ള താല്പര്യം ഒരു ഇൻഷുറൻസിൽ നമുക്കുള്ള ലീഗൽ, നിയമപരമായിട്ടും ഫിനാൻഷ്യൽ ആയിട്ടുള്ള താല്പര്യം എന്താണെന്നുള്ളതാണ് ഇൻഡിവിജ്വലിൽ. മീനിങ് ദാറ്റ് ദേ വുഡ് സഫർ എ ഫിനാൻഷ്യൽ ലോസ് ഇഫ് ദ ഇൻഷുർഡ് ഇവൻറ്റ് ഒക്കേഴ്സ്. ഇഫ് ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് എൻഷുറിംഗ് ദാറ്റ് the policy holder is legitimately interested in the preservation of the insured asset or ലൈഫ്. അതായത് ആ പോളിസി ഹോൾഡർക്ക് കൃത്യമായിട്ട് അതിലൊരു സ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതിലൊരു താല്പര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരാൾ ഇൻഷുറൻസ് എടുത്തു, അപ്പോൾ അയാൾ നോമിനി വെച്ചിട്ടില്ലെങ്കിലും അയാളുടെ മക്കൾക്കാണ് കിട്ടേണ്ടത്. അപ്പോൾ അപ്പോൾ ആ മക്കൾക്ക് എന്തുണ്ട്? ദർ ഇസ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് അയാളുടെ ഇൻഷുറൻസിൽ. ഓക്കെ, അപ്പോൾ നോമിനി വെച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കിട്ടും, ഒരു പെർട്ടിക്കുലർ നോമിനിനെ വെച്ചിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പാർട്ട് എ ക്വസ്റ്റ്യൻസ്. അത് 2 മാർക്കിനാണ് ഇവിടെ വരുന്നത് കേട്ടോ. 3 മാർക്കല്ല, സോറി, 2 മാർക്കിനാണ് പാർട്ട് എ വരുന്നത്. അത് 15 ചോദ്യങ്ങൾക്ക് മാക്സിമം 30 മാർക്കാണ്. അപ്പോൾ മാക്സിമം 30 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ 15. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ 30 എഴുതിയാലും നിങ്ങൾക്ക് ആകെ 25 മാർക്കേ ലഭിക്കുള്ളൂ. സീലിംഗ് ആണ്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യം വരില്ല. അപ്പോൾ പരമാവധി എഴുതിയാൽ നിങ്ങൾക്ക് എന്താണ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ്. 16 മുതൽ 23 വരെ പാർട്ട് ബി ആണ്. 5 മാർക്കാണ് ചോദ്യങ്ങൾക്ക്. ഉത്തരങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്കായിട്ട് ലഭിക്കുന്നത്. 8 ചോദ്യങ്ങളുള്ളത്. 40 മാർക്ക് ടോട്ടലെങ്കിലും സീലിംഗ് 35 ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബാങ്കിങ് ആണ്. അടുത്തത് എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ ആണ്. അടുത്ത ചോദ്യം എന്താണ്? റൈറ്റ് എ നോട്ട് ഓൺ ഫയർ ഇൻഷുറൻസ് ആണ്. നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ്. നെക്സ്റ്റ് വൺ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോർ ബാങ്കിങ്. നെക്സ്റ്റ് വൺ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യലാണ്.
22ാമത്തെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അസൈൻമെൻറ്റ് ആൻഡ് നോമിനേഷൻ. അസൈൻമെൻറ്റ് നോമിനേഷന് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. 23 എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, ഇത്തരം 8 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. അപ്പം 16ാമത്തെ ചോദ്യം, എന്തൊക്കെയാണ് ഈ ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്? ഒന്ന് കൺവീനിയൻസ് ആണ്, 24 മണിക്കൂർ കസ്റ്റമേഴ്സിന് ബാങ്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ടൈം സേവിംഗ് ആണ്, നമ്മൾ അവിടെ അതുവരെ പോയി സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴോ നമുക്ക് എന്താണ് ബാങ്കിങ് സർവീസുകൾ അവൈൽ ചെയ്യാൻ സാധിക്കും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അപ്പോൾ ഇതുകൊണ്ട് തന്നെ ചിലവും കുറവാണ്. ഇൻസ്റ്റൻറ്റ് ട്രാൻസാക്ഷൻ നടക്കും, പെട്ടെന്ന് തന്നെ ഒരാൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അത് ദൂരമുള്ള ഒരാൾക്ക് തന്നെ, ഇപ്പോൾ ഗൾഫിലുള്ള ഒരാൾക്ക് ഇപ്പോൾ ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സാധിക്കും. ഇനി അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത് സെക്യൂരിറ്റി കൂടുതലാണ്. ഇപ്പോൾ പൈസയായിട്ട് പോകുന്ന നേരത്തെ സെക്യൂരിറ്റി കുറവാണ്. ആരെങ്കിലും അടിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച് പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതേപോലെ ആക്സസ് ടു എ റേഞ്ച് ഓഫ് സർവീസ്, ഒരുപാട് റേഞ്ച് ഓഫ് സർവീസ് വേറെയുണ്ട് ബാങ്കിങ്ങിൽ. ഓക്കെ, നമുക്കിപ്പോൾ ജി പേ അങ്ങനത്തെ പല സർവീസുകളുണ്ട്. പിന്നെ എൻവിയോൺമെൻറ്റൽ ബെനിഫിറ്റുമാണ് അത്, അല്ലെങ്കിൽ പേപ്പർ വർക്ക് കുറയുന്നത് കൊണ്ട് എൻവിയോൺമെൻറ്റലി അത് ബെനിഫിറ്റാണ്. അടുത്ത ചോദ്യം ലിമിറ്റേഷൻസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ ആണ്. ക്രെഡിറ്റ് ക്രിയേഷൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് റെഗുലേറ്ററി കൺസ്ട്രെയിൻ വരുന്നുണ്ട്. കാരണം സെൻട്രൽ ബാങ്ക് ഒരുപാട് റിസർവ് റിക്വയർമെൻറ്റ് വെക്കുന്നത് കൊണ്ട് ക്രെഡിറ്റ് ക്രിയേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് ബാങ്കുകൾക്ക്. പിന്നെ ലിക്വിഡിറ്റി റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് കടം ലോണായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിന് എന്ത് കുറയും. അപ്പോൾ ക്രെഡിറ്റ് ക്രിയേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ലോണുകൾ കൊടുക്കുന്നതാണ്, ലോണുകൾ കൂടുതലുണ്ടാക്കി അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ ലോണാക്കിയിട്ട് വേറെ കസ്റ്റമേഴ്സിന് കൊടുക്കലാണ്. അപ്പോൾ ഒരുപാട് ബാങ്കിലെ കയ്യിലുള്ള പൈസയൊക്കെ ലോണായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി കുറയും. പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വരുന്ന നേരത്ത് ലിക്വിഡിറ്റി കുറയും, പൈസ ചിലവാക്കാൻ കയ്യിലുണ്ടാവില്ല. ക്യാപിറ്റൽ ആഡ്വക്കസി, ഇപ്പോൾ ബാങ്കിന് ഒരു മൂലധനം വേണം, അതിന് പുതിയൊരു ബ്രാഞ്ച് കെട്ടണമെങ്കിലോ അല്ലെങ്കിൽ അതിന് മറ്റ് പല കാര്യങ്ങൾക്കൊക്കെ, ഇപ്പോൾ വിദേശത്തൊക്കെ എന്തെങ്കിലും ട്രാൻസാക്ഷൻസിനൊക്കെ വേണമെങ്കിൽ ക്യാപിറ്റൽ വേണം. അപ്പോൾ എല്ലാ പൈസയും ലോണായിട്ട് ക്രെഡിറ്റ് ക്രിയേഷൻ നടത്തി കഴിഞ്ഞാൽ ക്യാപിറ്റലിനുള്ള പരിമിതി വരും. പിന്നെ എക്കണോമിക് കണ്ടീഷനും കൂടി നോക്കണം. എക്കണോമിക് ഡൗൺ ഒക്കെ ആണെങ്കിൽ പൈസ തിരിച്ചു കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ക്രെഡിറ്റ് ക്രിയേഷൻ ലിമിറ്റേഷനാണ്. പിന്നെ ബോറോവറിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് നോക്കാതെ കൊടുത്താൽ അവർ ഏതെങ്കിലും രാജ്യത്തേക്ക് കടക്കുകയോ അവർ പാപ്പറായി പോവുകയോ അല്ലെങ്കിൽ അവർക്ക് മാനസിക പ്രശ്നങ്ങൾ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടില്ല. പിന്നെ മാർക്കറ്റിൻ്റെ കോൺഫിഡൻസ് കൂടി നമ്മളൊന്ന് വിലയിരുത്തണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷനിൽ വരുന്നത്. ഇനി ഫയർ ഇൻഷുറൻസ് ആണ്. ഇത്രയും പോരാ, നിങ്ങൾക്ക് കുറച്ചും കൂടി എഴുതാണ്ട്. അപ്പോൾ ഇതിൽ വളരെ ബ്രീഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫയർ ഇൻഷുറൻസ് is a type of property insurance that covers damages and losses caused by fire. It provides financial protection to property owners by compensating for the cost of repairing or replacing the damaged structures and contents. Fire insurance policies typically cover damage of flames, smoke and water used to extinguish the fire. അപ്പോൾ തീ കത്തുന്ന നേരത്തെ ഇപ്പോൾ വെള്ളം ഒഴിച്ചാലും സാധനങ്ങൾ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് തീ മൂലം, അതായത് അഗ്നി മൂലം നമുക്കുണ്ടാവുന്ന നാശങ്ങൾ അത് കവർ ചെയ്യാനാണ് ഫയർ ഇൻഷുറൻസ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് ആക്സസിബിലിറ്റിയാണ്. നമ്മൾ നേരത്തെ കണ്ട ഇതിൻ്റെ തന്നെ ഈ ബാങ്കിങ്ങിൻ്റെ മറ്റൊരു വെർഷനാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഒന്ന് ആക്സസിബിൾ ആണ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് വേണമെങ്കിൽ ഒരു അക്കൗണ്ടൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം, അത് ബാങ്കിൽ പോകാതെ തന്നെ. പിന്നെ 24/7, അതായത് 24/7 മീൻസ് 24 മണിക്കൂർ 7 ദിവസം, ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂർ എന്ന് പറയുമ്പം എല്ലാ ദിവസവും എല്ലാ മണിക്കൂറുമായി, അത് അത്രയും അവൈലബിൾ ആണ്. പിന്നെ എൻഹാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വളരെ എൻഹാൻസ് ചെയ്യും. പിന്നെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ട്രാൻസാക്ഷൻ ആണ്, പെട്ടെന്ന് ട്രാൻസാക്ഷൻ നടക്കും. പിന്നെ റെഡ്യൂസ്ഡ് കോസ്റ്റ് ആണ്, നമ്മുടെ ചിലവ് നന്നായിട്ട് കുറയും. അതുകൂടാതെ പേപ്പർലെസ് ട്രാൻസാക്ഷനും കൂടിയാണ്. നേരത്തെ കണ്ട എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു വെർഷനാണ് ഇവിടെ പറഞ്ഞത്. പേപ്പർ ഇല്ലാതെയാണ് ട്രാൻസാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എൻവിയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണെന്നുള്ള കാര്യം ഇവിടെയും കൂടി നിങ്ങൾ എഴുതണം. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് കോർ ബാങ്കിങ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ കോർ ബാങ്കിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? കോർ ബാങ്കിങ് റെഫേഴ്സ് ടു ദ സെൻട്രലൈസ്ഡ് സിസ്റ്റം ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് ബാങ്ക്സ് യൂസ് ടു മാനേജ് ദെയർ ഓപ്പറേഷൻസ്, അക്കൗണ്ട്സ് ആൻഡ് ട്രാൻസാക്ഷൻസ്. The significance of core banking includes operational efficiency, real-time processing, customer convenience, data management, product and service innovation. ഇപ്പോൾ ഓപ്പറേഷണൽ എഫിഷ്യൻസിയാണ്. കോർ ബാങ്കിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു കോർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം. ഇപ്പോൾ ഡൽഹിയാണ്, ഇപ്പം SBIൻ്റെ ആസ്ഥാനം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡൽഹിയാണെന്ന് കരുതാം, ഡൽഹി ഓർ ബോംബെ, ഡൽഹി ആവട്ടെ അല്ലെങ്കിൽ മുംബൈ ആവട്ടെ, അവിടെ എന്തുണ്ടാവും, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ ഉണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള സിസ്റ്റമായിട്ട് ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തെമ്പാടും നമ്മുടെ SBIക്കുള്ള ബ്രാഞ്ചുകളുടെ എല്ലാ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസൊക്കെ നടക്കുന്നത് ഈ ഒരു ബാങ്കിങ് സംവിധാനത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കോർ ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് ഓഫീസിലാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സാണ് ചോദിച്ചത്. ഒന്ന് ഓപ്പറേഷണൽ എഫിഷ്യൻസിയാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതോറിറ്റീസിന് അറിയാം, അപ്പോൾ ഓപ്പറേഷൻസ് വളരെ ക്ലിയർ ആയിരിക്കും. പിന്നെ റിയൽ ടൈം പ്രോസസ്സിംഗ് ആണ്, പെട്ടെന്ന് തന്നെ പ്രോസസ്സിംഗ് നടക്കും, അത് റിയൽ ടൈം ആയിരിക്കും. പിന്നെ കസ്റ്റമറിന് കൺവീനിയൻ്റ് ആണ്, ഡാറ്റ മാനേജ്മെൻറ്റ് ഈസി ആയിരിക്കും, എല്ലാം ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സെർവറിലാണ് ഉണ്ടാവുക.
അതുപോലെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഇന്നോവേഷൻ ഉണ്ടാവും. ഒരുപാട് ഇന്നോവേഷൻസും പുതുമകൾ കൊണ്ടുവരാനും സാധിക്കും. ഇനി നിങ്ങൾ അടുത്ത ചോദ്യം നോക്കുക, ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് ഡെത്ത് ബെനിഫിറ്റ് ആണ്. മരണപ്പെട്ടാൽ നമ്മുടെ നോമിനീസിനോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ പൈസ കിട്ടും. പ്രീമിയം പേയ്മെൻറ്റുകളാണ്. ഒറ്റയടിക്ക് അടയ്ക്കേണ്ട പോളിസി ഹോൾഡർ റെഗുലർ പ്രീമിയംസ് ടു മെയിൻറ്റെയിൻ കവറേജ്. പ്രീമിയം ആയിട്ട് അടച്ചാൽ മതി, ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് അടച്ചാൽ മതി. ക്യാഷ് വാല്യൂ ഉണ്ട്. സം പോളിസീസ് ലൈക്ക് ഹോൾ ലൈഫ് ഇൻഷുറൻസ് അക്യുമുലേറ്റ് ക്യാഷ് വാല്യൂ ഓവർ ടൈം. അതായത് ക്യാഷ് കൂടും. നമ്മൾ ഇടുന്ന പൈസയെക്കാട്ടി അധികമായിട്ട് പൈസ നമ്മുടെ ഇൻഷുറൻസിലേക്ക് വരും. നെക്സ്റ്റ് പോളിസി ടേം ആണ്. ലൈഫ് ഇൻഷുറൻസ് ക്യാൻ ബി ടേം കവറേജ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു 10 കൊല്ലത്തേക്കൊക്കെ ലൈഫ് ഇൻഷുറൻസ് എടുക്കാം, മരണപ്പെട്ടു പോയാൽ കിട്ടുന്നത്. അപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ പൈസ നമുക്ക് കിട്ടും. പിന്നെ റൈഡേഴ്സ് ആണ്. അഡീഷണൽ ബെനിഫിറ്റ്സ് ടു കവറേജ് ഓപ്ഷൻ സച്ച് ആസ് ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ആക്സിഡൻ്റൽ ഡെത്ത് റൈഡേഴ്സ്. അപ്പോൾ റൈഡേഴ്സിനൊക്കെ ബെനിഫിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ ടാക്സ് ബെനിഫിറ്റും കിട്ടും. നമുക്ക് ടാക്സ് കുറയും നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം എന്തായിരുന്നു? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അസൈൻമെൻറ്റ് ആൻഡ് നോമിനേഷൻ ആണ്. അസൈൻമെൻറ്റും നോമിനേഷൻ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അസൈൻമെൻറ്റ് എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ദ ഓണർഷിപ്പ് റൈറ്റ്സ് ഓഫ് ആൻ ഇൻഷുറൻസ് പോളിസി ടു ദ പോളിസി ഹോൾഡർ ഫ്രം ദ പോളിസി ഹോൾഡർ ടു അനദർ പേഴ്സൺ. നമ്മളൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോളിസി മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് നമ്മൾ. അതാണ് അസൈൻമെൻറ്റ്. അതിൻ്റെ പേർപ്പസ് എന്താണ്? ടിപ്പിക്കലി ഡൺ ടു യൂസ് പോളിസി ആസ് എ കൊളാട്രൽ ഫോർ എ ലോൺ ഓൺ ട്രാൻസ്ഫർ ഓഫ് ബെനിഫിറ്റ്സ്. അധികം നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു വലിയ 10 ലക്ഷത്തെ ഇൻഷുറൻസ് പോളിസി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈടായിട്ട് ഒരു ബാങ്കിൽ കൊണ്ടുവെക്കാൻ വേണമെങ്കിൽ അങ്ങനെ അസൈൻ ചെയ്യാം. പിന്നെ വരുന്നത് നെക്സ്റ്റ് വണ് ഓണർഷിപ്പാണ്. അപ്പോൾ ഓണർഷിപ്പ് എന്താണ്? അസൈനി ബിക്കംസ് ദ ന്യൂ ഓണർ. അപ്പോൾ അസൈൻ ചെയ്ത് കിട്ടിയ ആളായിരിക്കും ന്യൂ ഓണർ ആൻഡ് ഹാസ് ഓൾ റൈറ്റ്സ് ഇൻക്ലൂഡിങ് റിസീവിങ് ദ പോളിസി ബെനിഫിറ്റ്. അപ്പോൾ എല്ലാ അവകാശങ്ങളും, പോളിസി ബെനിഫിറ്റിലെ എല്ലാ അവകാശങ്ങളും ആർക്കുണ്ടാവും? അസൈനിക്കുണ്ടാവും. ഇത് കിട്ടിയാക്കുണ്ടാവും, അസൈൻ ചെയ്ത് കിട്ടിയാക്കുണ്ടാവും. പിന്നെ റിവോക്കബിലിറ്റി ആണ്. അസൈൻമെൻറ്റ് ഈസ് യൂഷ്വലി ഇറിവോക്കബിൾ അൺലെസ് റീ അസൈൻഡ്. ഇത് അധികം ഇറിവോക്കബിൾ ആവും, തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയും അസൈൻമെൻറ്റിന് വരും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വണ്ണാണ് നോമിനേഷൻ. അപ്പോൾ എന്താണ് നോമിനേഷൻ എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോമിനേഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഡെഫിനിഷൻ ഈസ് നോമിനേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ദ പോളിസി ഹോൾഡർ ഡെസിഗ്നേറ്റ്സ് എ പേഴ്സൺ വിച്ച് ഇസ് എ നോമിനി ടു റിസീവ് ദ പോളിസി ബെനിഫിറ്റ്സ് ഇൻ ദ ഇവൻറ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഡെത്ത്. ഒരു പോളിസി ഹോൾഡറിൻ്റെ ഡെത്തിൽ നിന്നാണ് നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് നോമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഒരു പോളിസി എടുത്തു, നമ്മൾ മരണപ്പെട്ടു, അതെന്താണ് മറ്റൊരാൾക്ക് നോർമലി കിട്ടുന്നു. ഒന്നുകിൽ മക്കൾക്കോ വൈഫിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും കിട്ടുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നോമിനി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ലഭിക്കുന്നു. ഓക്കെ, അതിൻ്റെ പേർപ്പസ് എന്താണ്? എൻഷുർ ദാറ്റ് ഡെത്ത് ബെനിഫിറ്റ്സ് ആർ പെയ്ഡ് ടു ദ ഇൻറ്റൻഡഡ് റെസിപ്പിയൻറ്റ് വിത്തൗട്ട് ലീഗൽ കോംപ്ലിക്കേഷൻ. അപ്പോൾ നോമിനി എന്നുള്ള സാധനം എഴുതി വെച്ചാൽ കിട്ടുന്നതിനെ കുറിച്ചാണ് അവിടെ കൂടുതലായിട്ടും പറഞ്ഞത്. അപ്പോൾ നോമിനി ഞാൻ ഒരാളെ പേര് എഴുതി വെച്ചു, അപ്പോൾ എൻ്റെ ഒരു പെർട്ടിക്കുലർ ബ്രദറിനെ എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ എന്താണ്? അയാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് തന്നെ കിട്ടും. പിന്നെ വേറെ ആൾക്ക് വന്ന അവകാശം ഉന്നയിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ്? ഓണർഷിപ്പാണ്. ദ നോമിനി ഡസ് നോട്ട് ബിക്കം ദ ഓണർ ഓഫ് ദ പോളിസി ബട്ട് ഇറ്റ് ഈസ് എൻടൈറ്റിൽഡ് ടു റിസീവ് ദ ബെനിഫിറ്റ്. നോമിനി ഒരിക്കലും ഈ പോളിസിയുടെ ഓണറല്ല, ഇത് എടുത്ത ആൾ തന്നെയാണ്. അയാൾക്ക് പക്ഷേ ബെനിഫിറ്റ് കിട്ടും. ആളുടെ മരണശേഷം മാത്രമേ, അതായത് എടുത്ത ആളുടെ ഈ പോളിസി എടുത്ത ആളുടെ മരണശേഷം മാത്രമേ നോമിനിക്ക് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ റിവോക്കബിലിറ്റിയാണ്. നോമിനേഷൻ ക്യാൻ ബി ചേഞ്ച്ഡ് ഓർ റിവോക്ഡ് ബൈ ദ പോളിസി ഹോൾഡർ. അപ്പോൾ നോമിനേഷൻ എന്താണ്? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് റിവോക്ക് ചെയ്യാനും പറ്റും പോളിസി ഹോൾഡർക്ക്. ഇപ്പോൾ നോമിനീൻ്റെ പേര് മാറ്റി കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ തർക്കം എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നോമിനീൻ്റെ പേര് മാറ്റി വേറെ നോമിനീൻ്റെ പേര് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഈ പോളിസി ഹോൾഡർ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്തായിരുന്നു? ടൈപ്സ് ഓഫ് എൻഡോസ്മെൻ്റ് ആണ്. ദർ ആർ 6 ടൈപ്സ് ഓഫ് എൻഡോസ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ്. ദ എൻഡോസർ സൈൻസ് ദ ബാക്ക് ഓഫ് ദ ചെക്ക് വിത്തൗട്ട് സ്പെസിഫൈങ് ദ പേയ് മേക്കിംഗ് ഇറ്റ് പേയബിൾ ടു ദ ബെയറർ. അപ്പോൾ ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് എന്താണ്? വെറുതെ ഈ എൻഡോസ് ചെയ്യുന്ന ആൾ, അതായത് ചെക്ക് കൊടുക്കുന്ന ആൾ സൈൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആര് കൊണ്ടുപോയാലും എന്താണ്? ചെക്ക് പാസ്സായി കൊടുക്കും. പിന്നെ സ്പെഷ്യൽ എൻഡോസ്മെൻ്റ് ആണ്. സ്പെസിഫൈസ് ദ ന്യൂ പേ ടു ഹൂം ദ ചെക്ക് ഈസ് ടു ബി പെയ്ഡ്. അപ്പോൾ ആർക്കാണോ കൊടുക്കുന്നത് അയാളുടെ പേര് എഴുതും. പിന്നെ റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻ്റ് ആണ്. അതെന്താണ്? ലിമിറ്റ് ദ യൂസ് ഓഫ് ചെക്കാണ്. ഫോർ ഡെപ്പോസിറ്റ് ഓൺലി എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ്? ക്യാഷ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, അയാളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ കണ്ടീഷണൽ എൻഡോസ്മെൻ്റ് ഉണ്ട്. എൻഡോസ്മെൻറ്റ് ഈ സബ്ജക്ട് ടു ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് എ സ്പെസിഫിക് കണ്ടീഷൻ. ഒരു കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചെക്ക് എടുക്കാമെന്ന് പറയുമ്പോൾ ആ കണ്ടീഷൻ കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ചെക്ക് പോയിട്ട് എൻഡോസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പാർഷ്യൽ എൻഡോസ്മെൻ്റ് ഉണ്ട്. എൻഡോസിങ് ഓൺലി എ പാർട്ട് ഓഫ് എമൗണ്ട് മെൻഷൻഡ് ഇൻ ദ ചെക്ക് ദോ ഇറ്റ് ഈസ് ജനറലി നോട്ട് വാലിഡ് ഇൻ മെനി ജൂറിസ്ഡിക്ഷൻസ്. അപ്പോൾ ചില ആൾക്കാർക്ക് പാർഷ്യലായിട്ട് എൻഡോസ് ചെയ്യാം.
ഭാഗികമായിട്ട് എൻഡോസ് ചെയ്യുക. അപ്പോൾ അതധികം എന്താണ് ലീഗൽ അല്ല എന്നാണ് പറയുന്നത്. പിന്നെ സാങ്ഷൻഡ് എൻഡോസ്മെൻ്റ് ഉണ്ട്. എൻഡോസ്മെൻറ്റ് മെയ്ഡ് വിത്ത് ദ പെർമിഷൻ ഓഫ് ഡ്രോയർ ടിപ്പിക്കലി ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഡ്രോയർ അതായത് കൊടുത്ത ആളുടെ പെർമിഷനോട് കൂടിയിട്ട് സാങ്ഷനോട് കൂടിയിട്ട് അത് എൻഡോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത്ര അപ്പോൾ ഒരു എംപ്ലോയി ആണ് ചെക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ചെക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ അത് സാങ്ഷൻഡ് എൻഡോസ്മെൻ്റ് ആണെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഓണറിനെ വിളിച്ചു ചോദിക്കും. അങ്ങനെ അയാളുടെ അനുവാദത്തോട് കൂടിയിട്ടേ എന്ത് ചെയ്യുള്ളൂ, ഈ ചെക്ക് കിട്ടിയ ആൾക്ക് പൈസ പിൻവലിക്കാനോ അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനോ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഉത്തരങ്ങളാണ് നമ്മുടെ പാർട്ട് ബിയിൽ നോക്കാനുള്ളത്. അപ്പോൾ പാർട്ട് ബി ഞാൻ പറഞ്ഞു 5 മാർക്കാണ്, 40 മാർക്ക് ടോട്ടൽ മാർക്കാണെങ്കിൽ 35 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ, സീലിംഗ് ആണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് പാർട്ട് സി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് സി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ സീലിംഗ് വരുന്നില്ല, നിങ്ങൾക്ക് ഓപ്ഷനാണ്. 4 ചോദ്യം തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും 2 നിങ്ങൾ എടുത്ത് എഴുതുക. ഒന്നിന് 10 മാർക്കാണ് വരുന്നത്, 20 മാർക്കേ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ 4 നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് നഷ്ടമാണ്. നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന 2 ചോദ്യങ്ങൾ എഴുതാം. അതിൽ 24ാമത്തെ ചോദ്യം വാട്ട് ഈസ് ക്രെഡിറ്റ് കൺട്രോൾ, എക്സ്പ്ലെയിൻ ദ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ RBI ആണ്. 25ാമത് ഡിഫൈൻ ഇൻഷുറൻസ് ആൻഡ് പോയിന്റ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഷുറൻസ് ആണ്. ദെൻ എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ കമേഴ്ഷ്യൽ ബാങ്ക് ആണ് 26ാമത്തെ ചോദ്യം. 27ാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ദ റോൾ പെർഫോംഡ് ബൈ ബാങ്ക്സ് ഇൻ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കമ്പനി. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് വഹിക്കുന്ന പങ്ക് എന്താണെന്നുള്ളതാണ് 27ാമത്തെ ചോദ്യം. ഓക്കെ, 24ാമത്തെ ചോദ്യം വാട്ട് ഈസ് ക്രെഡിറ്റ് കൺട്രോൾ എന്നതായിരുന്നു. അപ്പോൾ എന്താ കൊടുത്തിരിക്കുന്നത്, ക്രെഡിറ്റ് കൺട്രോൾ റെഫേഴ്സ് ടു ദ സ്ട്രാറ്റജീസ് ആൻഡ് മെഷേഴ്സ് implemented by a central bank such as Reserve Bank of India to regulate the availability of cost and terms of credit in the economy. The primary aim of credit control is to ensure economic stability by influencing the level of spending and investment. അതായത് നമ്മൾ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് റിസർവ് ബാങ്ക് നിയന്ത്രിക്കുന്നതിൻ്റെ പേരാണ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഒരുപാടുണ്ട്. RBI എടുക്കുന്ന ഒരുപാട് മെഷേഴ്സ്, ഇതൊക്കെ നിങ്ങളുടെ ആൻസറിൽ വരണം. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്ക് RBI ആണ്, അപ്പോൾ നമുക്ക് RBIനെ കുറിച്ച് എഴുതാൻ മതി. അപ്പോൾ ഒന്ന് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ജനറൽ മെഷേഴ്സ് ആണ്, ക്വാളിറ്റേറ്റീവ് സെലക്റ്റീവ് മെഷേഴ്സ് ആണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിൽ വരുന്നത് ബാങ്ക് റേറ്റ് പോളിസി വരുന്നുണ്ട്, അപ്പോൾ അതിന് ഡെഫിനിഷൻ ഇമ്പാക്റ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ബാങ്ക് റേറ്റ് എന്താണ്, നമ്മുടെ പലിശ നിരക്ക് കൂട്ടുക. അപ്പോൾ പലിശ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ലോൺ എടുക്കുന്നത് കുറയും, പലിശ നിരക്ക് കുറച്ചാൽ ലോൺ എടുക്കുന്നത് കൂട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ ബാങ്ക് റേറ്റ് മേക്സ് ബോറോയിങ് മോർ എക്സ്പെൻസീവ് ഫോർ ബാങ്ക്സ് ലീഡിങ് ടു റെഡ്യൂസ് ക്രെഡിറ്റ് സപ്ലൈ. ഓക്കെ, അതേമാതിരി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ ദ സെൻട്രൽ ബാങ്ക് ആണ്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ എന്താണ്, സെല്ലിംഗ് സെക്യൂരിറ്റീസ് റെഡ്യൂസ് ദ മണി സപ്ലൈ ടു ദ ബൈ ടേക്കിംഗ് ഫണ്ട്സ് ഔട്ട് ഓഫ് സർക്കുലേഷൻ, വെയർ ബൈയിങ് സെക്യൂരിറ്റീസ് ഇൻക്രീസസ് ദ മണി സപ്ലൈ ബൈ ഇൻജെക്റ്റിംഗ് ഫണ്ട് ഇൻ ടു എക്കണോമി. അതായത് ഫണ്ട് എക്കണോമിയിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഗവൺമെൻറ് സെക്യൂരിറ്റി വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, ഫണ്ട് കുറയും, അപ്പോൾ എന്താണ് ആൾക്കാർ ലോൺ എടുക്കുന്നത് കുറയും. ഇനി ഇത് തിരിച്ച് എന്താണ് വിൽക്കണ നേരത്ത് അല്ലെങ്കിൽ ഇത് വാങ്ങുന്ന നേരത്ത് എന്ത് ചെയ്യും, പൈസ എക്കണോമിയിലേക്ക് വരും. അങ്ങനെ ആൾക്കാർ കൂടുതലായിട്ടും എന്താണ് ഈ ലോൺ എടുക്കുന്നത് വർദ്ധിപ്പിക്കും. അപ്പോൾ ഇത് എഴുതിയാൽ മതി. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ മീൻസ് എന്താണ്, ഗവൺമെൻറ് സെക്യൂരിറ്റി RBI വാങ്ങിയിട്ട് നിയന്ത്രിക്കലാണ് എന്ത്, ക്രെഡിറ്റ്. ഇനി ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്കുകൾ നമ്മുടെ റിസർവ് ബാങ്കിൽ പൈസ നിക്ഷേപിക്കണം, അപ്പോൾ അതിനാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ അതിൽ വ്യതിയാനങ്ങൾ വരുത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിസർവ് ബാങ്ക് നമ്മുടെ എന്താണ് ഈ പറയുന്ന ഫണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അപ്പം ലിക്വിഡ് റേഷ്യോ, അതായത് ഒരു മിനിമം ലിക്വിഡ് റേഷ്യോ എന്താണ് കൃത്യമായിട്ട് ബാങ്കുകൾ സൂക്ഷിക്കണമെന്ന് നമ്മുടെ സെൻട്രൽ ബാങ്ക് പറയും. അതിനൊരു നിർദ്ദിഷ്ട റേഷ്യോ ഉണ്ട്. സെൻട്രൽ ബാങ്കിൽ സൂക്ഷിക്കാനല്ല, അതത് ബാങ്കുകൾ, അതത് കമേഴ്ഷ്യൽ ബാങ്കുകൾ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ അളവിലും വ്യത്യാസം വരുത്തിക്കൊണ്ട് എന്താണ് വേണമെങ്കിൽ ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ആണ്, എന്താണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഉണ്ട്. അത് സെലക്റ്റീവായിട്ട് ഓരോ ബാങ്കുകളെ ബാങ്കുകളെ ഉന്നം വെച്ച് ചെയ്യാം സെലക്റ്റീവായിട്ട്. പിന്നെ മോറൽ സ്വേഷൻ ഉണ്ട്. അതായത് മോറൽ സ്വേഷൻ നമുക്കറിയാം എന്താണ്, മോറലി ഇൻഡ്യൂസ് ചെയ്യുക, അധികം എക്കണോമിന് ദോഷം വരുത്താത്ത രീതിയിലായിരിക്കണം ക്രെഡിറ്റ് സിസ്റ്റം ഓരോ ബാങ്കും വെക്കണം എന്നുള്ളത് മോറലി അവരെ ബോധിപ്പിക്കുക. പിന്നെ ക്രെഡിറ്റ് റേഷനിങ്ങും ഉണ്ട്. ഇപ്പോൾ ഇത്ര ക്രെഡിറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും എന്ത് ചെയ്യുക, അവരോട് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. ഇനി അടുത്തത് ഡിഫൈൻ ഇൻഷുറൻസ് ആൻഡ് പോയിൻ്റ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസ് എന്താണെന്നുള്ളതും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതും ഡിഫൈൻ ചെയ്യലാണ്. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് എന്താണ്, അതൊരു കോൺട്രാക്റ്റ് ആണ്, 2 പേര് തമ്മിലാണ്. ഒന്ന് ഇൻഷുർഡ് ആണ്, ഒന്ന് ഇൻഷുററാണ്. ഇൻഷുർഡ് ആണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന ആൾ, ഇൻഷുററാണ് നമ്മുടെ കമ്പനി. ഓക്കെ, അപ്പോൾ അവർ നമ്മളൊരു കോൺട്രാക്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്ഷൻ ഓഫ് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ലോസ്. ഒരു നഷ്ടം വരികയാണെങ്കിൽ അതിന് പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റോ കിട്ടാനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്.
അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് എഴുതിയിരിക്കുന്നത്. റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട് അതിൽ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, സേവിങ്സ് പ്രൊമോട്ട് ചെയ്യാനാണ്, എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, ലീഗൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടാണ്, പീസ് ഓഫ് മൈൻഡിന് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ കമേഴ്ഷ്യൽ ബാങ്ക് ആയിരുന്നു 26ാമത്തെ ചോദ്യം. കമേഴ്ഷ്യൽ ബാങ്ക് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആണ്, സേവിങ്സ് കറണ്ട് ഫിക്സ്ഡ് ഉണ്ട്, അത് ഓരോന്നായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. പ്രൊവൈഡിങ് ലോൺ വരുന്നുണ്ട്, അത് പേഴ്സണൽ ലോൺ, ബിസിനസ് ലോൺ, മോർഗേജുകൾ വരുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് ക്രിയേഷൻ ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടു, ക്യാഷ് റിസർവും. ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഫണ്ട് എന്താണ് എക്കണോമിയിലേക്ക് ഇറക്കുക എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. ഓക്കെ, അത് ലോൺ കൊടുക്കുമ്പോൾ എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ കൂടി നടക്കുന്നുണ്ട്, ക്രെഡിറ്റ് ക്രിയേഷനാണ് നടക്കുന്നത്. പിന്നെ ഏജൻസി ഫങ്ഷൻസ് ഉണ്ട്, ചെക്ക് കളക്ട് ചെയ്യുക, സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ യൂട്ടിലിറ്റി സർവീസ്, സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ്, ഫണ്ട് ട്രാൻസ്ഫേഴ്സ്, ഓൺലൈൻ ആൻഡ് മൊബൈൽ ബാങ്കിങ്. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് സർവീസുകൾ, കറൻസി എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ ട്രേഡ് ഫിനാൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് റോൾ പെർഫോംഡ് ബൈ ബാങ്ക്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രിയാണ്. ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയിൽ അല്ലെങ്കിൽ സാമ്പത്തിക ഉന്നമനത്തിൽ ബാങ്കുകൾ വഹിക്കുന്ന പങ്കാണ്. ഒന്ന് മൊബിലൈസിങ് ഫണ്ടാണ്, സേവിങ്സ് ആണ്. നമ്മളിടുന്ന സേവിങ്സ് ഒക്കെ ഇൻഡസ്ട്രീസിലേക്ക് ഒഴുക്കി കഴിഞ്ഞാൽ, ഇൻഡസ്ട്രീസിന് ആവശ്യമില്ല, അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് ഫണ്ട് കിട്ടിയിട്ട് ആ കാര്യമുള്ളൂ. അപ്പോൾ അവരിലേക്ക് ലോണായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, കൂടുതൽ പ്രൊഡക്റ്റീവ് കാര്യങ്ങളൊക്കെ ഇത് നടക്കും, അങ്ങനെ എക്കണോമി നന്നാവും. പിന്നെ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക, ലോൺ കൊടുക്കുക, അതിപ്പോൾ നമുക്കും ആവശ്യമാണ്. നമുക്കിപ്പോൾ വീട് ഉണ്ടാക്കണമെങ്കിലോ കല്യാണത്തിനോ അല്ലെങ്കിൽ ഹെവി ആയിട്ട് ഇപ്പോൾ ഒരു കാറ് വാങ്ങണമെങ്കിലോ, അപ്പോൾ വലിയ അല്ലെങ്കിൽ വലിയ ഫണ്ട് വേണ്ട സാധനങ്ങൾക്ക് നമുക്കും ലോണുകൾ വേണം. അപ്പോൾ അതിന് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്കാണ്. പിന്നെ ട്രേഡിനും കൊമേഴ്സിനും സഹായിക്കുന്നുണ്ട്, ഓൺട്രപ്രണർഷിപ്പ് സംരംഭകരെ സഹായിക്കുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഇംപ്ലിമെൻറ്റ് മോണിറ്ററി പോളിസിയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്തിൽ വരുന്നത്, നമ്മുടെ റോൾ പെർഫോം ബൈ ബാങ്ക്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ സ്കീമും വേണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് അയയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന് നിങ്ങൾക്ക് ചെറിയൊരു ഫീ വരും.